എല്ലാവർക്കും മമ്മാസ് മലയാളി കിച്ചണിലേക്ക് സ്വാഗതം. ഇത് കണ്ടോ, ഇന്ന് എന്താണ് തോരൻ വയ്ക്കുന്നതെന്ന് ഞാൻ പറയാതെ തന്നെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ. കുറേ ചീരേരി പാകി മുളപ്പിച്ചതാണിത്. നമ്മൾ സ്വന്തമായിട്ട് ഇഷ്ടം പോലെ മുളച്ചിട്ടുണ്ട്. കണ്ടോ, നല്ല ചുമന്ന ചീരയാണ്. ഒരു വിഷവും അടിക്കാതെ സ്വന്തമായി നമ്മുടെ വീട്ടിലുണ്ടാക്കിയ നല്ല ചീര. ഇത് കൂടെ കുറച്ച് പറിച്ച് നമുക്കിന്ന് തോരൻ വയ്ക്കാം. കണ്ടോ, നല്ല ഫ്രഷായ ചീര. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അത് മരുന്നുമൊക്കെ അടിച്ച് അങ്ങനെയല്ലേ കിട്ടുന്നത്. ഇതങ്ങനെയൊന്നും അല്ലാത്ത നല്ല സുന്ദരമായ ചീര. ഇതാ കുറച്ച് ഞാൻ ഇത് കൂട്ട് പറിച്ചെടുക്കുകയാണ്. അത് പറിച്ചു കൊണ്ടുവന്നതിന് ശേഷം ഇതാ നന്നായിട്ടും കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇനി അത് ചെറുതായിട്ട് കുരുകുരാന്ന് അരിഞ്ഞെടുക്കാം. കഴുകുമ്പം വെള്ളം നന്നായിട്ടും പോവാനായിട്ട് നമ്മൾ നോക്കണം. എങ്കിൽ മാത്രമേ വെള്ളം ചീരയിലിരുന്നാൽ നമ്മൾ തോരൻ വയ്ക്കുമ്പം കുഴഞ്ഞു പോകും. അതുകൊണ്ട് നന്നായിട്ടും വെള്ളം പോയതിന് ശേഷമാണ് അരിയേണ്ടത്. ഇതാ ഞാൻ നന്നായിട്ടും വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം ഇതാ പിരാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കേട്ടോ, ഇനി നമുക്കിത് തോരൻ വയ്ക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പേ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നു. എണ്ണ ഒന്ന് ചൂടാകാൻ വെയിറ്റ് ചെയ്യാം. ചൂടായി കഴിഞ്ഞപ്പോൾ 1 സ്പൂൺ കടുക് പൊട്ടിയതിന് ശേഷം 1 സ്പൂണ് ഉഴുന്നാണ് ഇട്ടിരിക്കുന്നത്. ഉഴുന്ന് പാകമായി കഴിഞ്ഞപ്പോൾ ഇത് 2 വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുത്തിരിക്കുന്നു. ഇനി ഒരു 3 പച്ചമുളക് അരിഞ്ഞതാണ് ഞാനിട്ടത്. സാമാന്യ എരിവുള്ള മുളകാണ്, അതുകൊണ്ടാണ് 3 എണ്ണം ഇട്ടത്. 1 സവാള ചെറുതായിട്ട് അരിഞ്ഞത് അതും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. ആ സവാളയിലെ വെള്ളം ഒന്ന് വറ്റുന്നവരെ ഇതായി കഴിഞ്ഞു. ഇനി അരിഞ്ഞ ചീര ഇട്ട് കൊടുക്കുന്നു. ചീര ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് കൂട്ടി ഇളക്കാം. നമുക്ക് പെട്ടെന്ന് കറി വയ്ക്കാവുന്ന ഒരു തോരനാണ് ചീര. ഇതിനധികം വേവൊന്നുമില്ല. പല സൈസുള്ള ചീരയുണ്ടല്ലോ നമുക്ക്, പക്ഷേ ഈ ചുമന്ന ചീരയ്ക്കാണ് എപ്പോഴും ഡിമാൻഡുള്ളത്. അതൊന്ന് ഇനി ഇതിനാവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ടതിന് ശേഷം ഒന്ന് ഇളക്കിയതിന് ശേഷമാണ് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു അരമുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് ഞാൻ. ആ തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുന്നു. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ചീര പെട്ടെന്ന് വേകുന്നത് കൊണ്ട് ഒരു 2 മിനിറ്റ് മതി. എല്ലാം ഇളക്കി ഒന്ന് കൂട്ടി വെക്കുക. അതിന് ശേഷം ഒരു 2 മിനിറ്റ് മൂടി വെക്കുന്നു. 2 മിനിറ്റ് കഴിഞ്ഞ് മൂടയൊക്കെ എടുത്തു. ഇപ്പോൾ നമ്മുടെ ചീരത്തോരന് ഇത് വെന്തിട്ടുണ്ട്. കണ്ടോ, ഒട്ടും വെള്ളമില്ലാതെ നല്ല തോർന്ന്, കണ്ടോ, നല്ല പൊടിയായിട്ട് കിടക്കുന്നത്. ചിലപ്പോൾ ചിലർ പറയും ചീര വെച്ചാൽ കുഴഞ്ഞു പോകുന്നു. ഇങ്ങനെ തോരൻ വെച്ചാൽ ഒട്ടും കുഴഞ്ഞു പോകുകയില്ല. നല്ല പൊടിയായ ചീരത്തോരൻ ഇതാ ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, നല്ല സുന്ദരമായ ചീരത്തോരന്. കണ്ടോ, നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീണ്ടും കാണാം. താങ്ക് യു.